സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊരു വാക്ക് അൽ-ഇഖ്തിസാദു ഫിൻ-നഫഖതി നിസ്ഫുൽ മഈശ, ചെലവഴിക്കുന്ന സമയത്ത് മിതത്വം പാലിക്കുക എന്നത് ജീവിതത്തിന്റെ പാതിയാണ്. എപ്പോഴും ചെലവഴിക്കുമ്പോൾ ശ്രദ്ധിച്ചേ ചെലവഴിക്കാവൂ. ചില ആളുകളിൽ ചെലവഴിക്കുന്നതിന് മടിയുണ്ടാവില്ല. കാശ് കയ്യിലില്ലെങ്കിൽ ആരോടും കടം വാങ്ങും. പിന്നെ കുറെ ദിവസം കഴിഞ്ഞാൽ ഫോൺ എടുക്കൂല. എന്നിട്ടോ അവൻ വാങ്ങിയാ കൊടുക്കാത്ത ആളാണ് എന്ന് ജനങ്ങൾ ഇങ്ങനെ പറഞ്ഞ് അവർക്ക് ഗീബത്ത് പറയാനൊരു വകുപ്പുണ്ടാക്കും. അതിന്റെ പുറമെ അവൻ കടത്തോടുകൂടെ മരിച്ചു പോകും. അത് വലിയ അപകടമാണ്. കടത്തോടുകൂടെ മരിച്ചുപോയവരുടെ കടം അവസാന കാലങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തമായി ഏറ്റെടുത്ത് വീട്ടാറുണ്ടായിരുന്നു. ആ ഒരു കഴിവും പ്രാപ്തിയും ഐശ്വര്യവും അവിടുത്തേക്ക് ലഭ്യമാകുന്നതിന് മുമ്പുള്ള കാലത്ത് ഒരാൾ മരിച്ചാൽ ഇദ്ദേഹത്തിന്റെ കടമുണ്ടോ എന്ന് ചോദിക്കും. ഉണ്ടെന്ന് പറഞ്ഞാൽ ഏറ്റെടുക്കാൻ ആളുണ്ടോ എന്ന് ചോദിക്കും. ആളുണ്ടെങ്കിൽ അവരെ കൊണ്ട് ഏറ്റെടുപ്പിച്ച് മയ്യിത്ത് നിസ്കരിക്കും. ആരും ഏറ്റെടുക്കാനില്ലെങ്കിൽ നബിതങ്ങൾ മയ്യിത്ത് നിസ്കരിക്കാതെ മാറി നിൽക്കും. നിങ്ങൾ നിസ്കരിച്ചോളൂ എന്ന് പറയും. കാരണം അത്ര ഗൗരവമാണ് കടത്തോടുകൂടെ മരിച്ചു പോവുക എന്നത് ബോധ്യപ്പെടുത്തുകയായിരുന്നു. ഏതുപോലെ ആത്മഹത്യ ചെയ്ത് മരിച്ചവരുടെ മയ്യിത്ത് കൊണ്ടുവന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ മയ്യിത്ത് നിസ്കരിക്കൂല, മാറി നിൽക്കും. അദ്ദേഹം അതേ ആത്മഹത്യ കൊണ്ട് ഇസ്ലാമെന്ന് പുറത്തുപോയി എന്ന് വിധിക്കുന്നില്ല. അതുകൊണ്ട് സഹാബത്ത് മയ്യിത്ത് നിസ്കരിക്കും, നബിതങ്ങൾ മാറി നിൽക്കും. കാരണം ആത്മഹത്യ എന്ന് പറയുന്നത് അത്രയും വലിയ തെറ്റാണെന്ന് ബോധ്യപ്പെടുത്താനാണ്. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഏത് ഘട്ടം വന്നാലും എന്റെ ശരീരം നശിപ്പിക്കുകയാണെന്ന ശൈത്താനിന്റെ ചിന്ത ഒരിക്കലും നിങ്ങളെ ഖൽബിലേക്ക് കടന്നു വരരുത് കേട്ടോ. ഏറ്റവും വലിയ തെറ്റ് ചെയ്തുകൊണ്ടുള്ളൊരു മരണമല്ലല്ലോ നമുക്ക് വേണ്ടത്. ഈമാനോടുകൂടി തഖ്വയോടുകൂടി പടച്ചവന്റെ പൊരുത്തത്തിലുള്ള മരണമല്ലേ വേണ്ടത്. അതിനാൽ എന്ത് പ്രതിസന്ധി ഉണ്ടായാലും ഒരിക്കലും അവനവന്റെ ശരീരം നശിപ്പിക്കുകയാണെന്ന ചിന്ത വന്നുകൂടാ.